നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോൾ എതിരെ വന്ന നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് നിങ്ങളെ കണ്ടിട്ടും ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ മുഖം തിരിച്ചുപോയെന്ന് കരുതുക. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയരും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇന്നലെ ഞാൻ പറഞ്ഞ ആ കാര്യം അവന് വിഷമമായോ? ഇനി എന്നെ അവൻ ഇഷ്ടമില്ലേ? നിങ്ങളുടെ ആ ദിവസം മുഴുവൻ ആ ചിന്തയിലായിരിക്കും നിങ്ങൾ ചിലവഴിക്കുന്നത്. നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതാണ്. നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഡൗണായി പോകും. മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ, അവരുടെ നോട്ടങ്ങളെ, അവരുടെ മൗനത്തെ നമ്മൾ വലിയ ഭാരമുള്ള കല്ലുകൾ പോലെ നമ്മുടെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാത്തിനെയും പേഴ്സണലായി എടുക്കുന്നത്? സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. ഇതൊരു മനഃശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും മോശമായ പെരുമാറ്റങ്ങളെയും എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തലച്ചോറിനെക്കുറിച്ചാണ്. പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുക എന്നത് മരണത്തിന് തുല്യമായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും അംഗീകാരം ലഭിക്കാൻ നമ്മുടെ തലച്ചോർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വേദനയെ ശാരീരികമായി തീപ്പൊള്ളലേൽക്കുന്നത് പോലെയുള്ള വേദനയായിട്ടാണ് തലച്ചോർ കാണുന്നത്. മാത്രമല്ല, നമുക്കൊരു വലിയ അഹങ്കാരമുണ്ട്. ഈ ലോകം മുഴുവൻ നമ്മളെ ചുറ്റിയാണ് നടക്കുന്നത് എന്ന ചിന്ത, ഈഗോസെൻട്രിക് ബയസ്. ദൂരെ നിന്ന് 2 പേർ ചിരിക്കുന്നത് കാണുമ്പോൾ അവർ എന്റെ തടി കണ്ടിട്ടാണോ ചിരിക്കുന്നത്, എന്റെ ഡ്രസ്സ് മോശമായതുകൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നത് നമ്മുടെ സ്വന്തം പേടികളുടെ ഡിക്ഷണറി ഉപയോഗിച്ചാണ്. കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനമുണ്ട്, സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്നാണ്. എന്നാൽ സത്യമെന്താണെന്നറിയാമോ? ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഒരു അബദ്ധം കണ്ട് ചിരിക്കുന്ന 80% ആളുകൾക്കും അവരുടേതായ വലിയ പ്രശ്നങ്ങളുണ്ട്. അവർ അവരുടെ ഇരുട്ടിൽ ടോർച്ചടിച്ചു നോക്കുന്ന തിരക്കിലാണ്. ലോകത്ത് നടക്കുന്ന 99% കാര്യങ്ങളും നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതേയല്ല. ഇനി മറ്റൊരാൾ നിങ്ങളോട് വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ എന്തു ചെയ്യണം? അവിടെയാണ് കാലാവസ്ഥയുടെയും മലയുടെയും ഉദാഹരണം നമ്മൾ പഠിക്കേണ്ടത്. മറ്റുള്ളവരുടെ ദേഷ്യവും സങ്കടവും നിശബ്ദതയുമൊക്കെ അവരുടെ ഉള്ളിലെ കാലാവസ്ഥയാണ്, ഇന്റേണൽ വെതർ. അത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആ മഴയത്ത് നിൽക്കുന്ന വെറുമൊരു മല മാത്രമാകുക. ബി ദ മൗണ്ടൻ. ഒരു മലയ്ക്ക് അതിനു മുകളിൽ പെയ്യുന്ന മഴയോടോ മിന്നലിനോടോ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ ദേഷ്യം കാണുമ്പോൾ അതൊരു കൊടുങ്കാറ്റാണെന്ന് തിരിച്ചറിയുക. അതൊരിക്കലും നിങ്ങളെക്കുറിച്ചുള്ളതല്ല. വിമർശനങ്ങളെ നേരിടാനുള്ള 4 മാന്ത്രിക വഴികളിതാ. 1. 3 സെക്കൻഡ് ഗ്യാപ്പ്. ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം തന്നെ തിരിച്ചടിക്കാൻ നിൽക്കരുത്. വെറും 3 സെക്കൻഡ് ശ്വാസമെടുത്ത് മിണ്ടാതിരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഇതവരെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്, അല്ലാതെ എന്നെക്കുറിച്ചുള്ള വിധിയല്ല. 2. മറ്റ് 3 കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഒരാൾ മോശമായി പെരുമാറുമ്പോൾ അതിന് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് 3 കാരണങ്ങൾ സ്വയം ചിന്തിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. അവർക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം. ഇത് നിങ്ങളുടെ ടെൻഷൻ ഇല്ലാതാക്കും. 3. സർക്കിൾ ഓഫ് കൺട്രോൾ. ഒരാൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ആ പറയുന്നതിൽ ഒരു 2% സത്യമുണ്ടോ എന്ന് നോക്കുക. സത്യമുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങളുടെ മാറ്റത്തിനായി എടുക്കുക. ബാക്കിയുള്ള അവരുടെ ദേഷ്യത്തെയും ചീത്തവാക്കുകളെയും പൂർണ്ണമായി തള്ളിക്കളയുക. മറ്റുള്ളവരുടെ സ്വഭാവം മാറ്റാൻ നമുക്കാവില്ല, പക്ഷേ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. 4. നിങ്ങളുടെ കോമ്പസ് നിർമ്മിക്കുക, ഇന്റേണൽ കോമ്പസ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉറപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കഠിനാധ്വാനിക്കുന്ന ആളാണ്, എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ആരെങ്കിലും നിങ്ങളെ മടിയൻ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ കോമ്പസ് ശരിയാണെങ്കിൽ അത് വെറും ഒരു തെറ്റായ വെതർ റിപ്പോർട്ടായി മാത്രം കണ്ട് അവഗണിക്കുക. സുഹൃത്തുക്കളെ, എല്ലാവരും അവരവരുടേതായ യുദ്ധങ്ങൾ നേരിടുന്നവരാണ്. മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റങ്ങൾ അവരുടെ ഉള്ളിലെ മുറിവുകളുടെ പ്രതിഫലനമാണ്, അല്ലാതെ നിങ്ങളുടെ കുഴപ്പമല്ല. ഈ ലോകം മുഴുവൻ നമ്മളെ എപ്പോഴും അംഗീകരിക്കണം എന്ന വാശി ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി മാത്രം നിങ്ങളുടെ ചിരികളും സമയവും മാറ്റിവെക്കുക. നിങ്ങളുടെ ഇന്നത്തെ ദിവസം വലിയ സന്തോഷങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ താഴെ പങ്കുവയ്ക്കുക. ധൈര്യമായി മുന്നോട്ടു പോകുക. നന്ദി. സ്നേഹത്തോടെ.